ഹായ്, ഇന്ന് നമ്മൾ വാഴത്തട്ട തോരനാണ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ വാഴത്തട്ട, ചെറിയുള്ളി, ഉപ്പ് ഇവയെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ആവശ്യമാണ്, അത് വറവിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് തേങ്ങ, മഞ്ഞൾപ്പൊടി, ചെറിയുള്ളി, പച്ചമുളക്, ജീരകം ഇവ ചതച്ചെടുക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായതിന് ശേഷം കടുക് പൊട്ടിക്കുക. വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ട് വേണം കടുകിടാൻ. എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി, കുറച്ച് ചൂട് കുറവായിരുന്നു ഞാൻ കടുകിടുമ്പോൾ. കടുക് നന്നായി പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് നടുവെ കീറിയത്, കുറച്ച് കറിവേപ്പില ഇവ ഇടുക. എന്നിട്ട് ഒന്ന് പച്ചമണം മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ച വാഴത്തട്ടയും ചെറിയുള്ളിയും കൂടെ കുഴച്ച് വെച്ച ആ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് കുറച്ച് അതായത് ഇതൊന്ന് വെന്തതിന് ശേഷം ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ചിലർക്ക് തേങ്ങ നന്നായിട്ട് വേവുന്നത് ഇഷ്ടമായിരിക്കും, ചിലർക്കത് കുറച്ചൊരു പച്ച കടിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നല്ല പൊടിയായിട്ട് കിട്ടണം കേട്ടോ. തേങ്ങ നല്ല ചെറുതായിട്ട് ചിരവി എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തേങ്ങ കിട്ടും. കുറച്ച് ഉണക്ക തേങ്ങയാണ് നല്ലത്. അതായത് പച്ചയാകുമ്പോൾ കുറച്ചൊരു അരിഞ്ഞതുപോലെ നിൽക്കും നമ്മൾ അരച്ചെടുക്കുമ്പോൾ. പിന്നെ കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് വേവിക്കാം. അടച്ച് വെച്ചിട്ടൊരു 10 മിനിറ്റ് ഒന്ന് ജസ്റ്റ് വാടിയാൽ മതി. നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമ്മുടെ ഉപ്പേരി റെഡി ആയിരിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി നോക്കണം. അടിപൊളി നമ്മളെ നാടൻ ഉപ്പേരി. എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല നാടൻ ടൈപ്പ് ഉപ്പേരിയാണിത്. പിന്നെ എൻ്റെ ആദ്യത്തെ വ്ളോഗാണ്, ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും. പിന്നെ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.